ഹലോ ഹായ്, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്നലെ കറി വെച്ച നല്ല തേങ്ങ വറുത്തരച്ച നല്ല സൂപ്പർ മത്തിക്കറി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കപ്പ വേവിച്ചത്, നല്ല പുട്ട് പോലിരുന്ന കപ്പയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കപ്പ വേവിച്ചതുണ്ടായിരുന്നു. പിന്നെ മോരുകറി, സൂപ്പർ മോരുകറിയായിരുന്നു. പിന്നെ നാരങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കി. അതെന്ന് പറഞ്ഞാൽ ഞാൻ വറ്റൽമുളകും കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ കറി ഉണ്ടായാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുളക് കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മണിക്കുട്ടനെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമുക്ക് കപ്പ കിട്ടിയത്. കണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ടാറ്റാ ബൈ ബൈ. ഹലോ ഹായ്, ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇന്നലെ കറി വെച്ച നല്ല തേങ്ങ വറുത്തരച്ച നല്ല സൂപ്പർ മത്തിക്കറി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കപ്പ വേവിച്ചത്, നല്ല പുട്ട് പോലിരുന്ന കപ്പയായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നല്ല കപ്പ വേവിച്ചതുണ്ടായിരുന്നു. പിന്നെ മോരുകറി, സൂപ്പർ മോരുകറിയായിരുന്നു. പിന്നെ നാരങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കി. അതെന്ന് പറഞ്ഞാൽ ഞാൻ വറ്റൽമുളകും കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തൊക്കെ കറി ഉണ്ടായാലും ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുളക് കൂട്ടി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മണിക്കുട്ടനെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമുക്ക് കപ്പ കിട്ടിയത്. കണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ടാറ്റാ ബൈ ബൈ.